ഗുഡ് മോർണിംഗ്, ശുഭദിനം, സുപ്രഭാതം. അപ്പോഴേ നമ്മൾ ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ ഗ്രോ ബാഗൊക്കെ നിറച്ച് സെറ്റ് ചെയ്തിരുന്നു. അതിൽ പച്ചക്കറി തൈകളും വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായി എന്ന് കൂട്ടുകാർ ഇങ്ങനെ അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ അതിപ്പോൾ ഈ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ആഴ്ച കുറച്ച് അടിവളമൊക്കെ ചേർത്ത് കൊടുക്കണം. സൂപ്പർ മീലാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ നല്ല തൈകൾ, കരുത്തുള്ള തൈകളിനാണ് തന്നത്, വാങ്ങിയതൊക്കെ. അപ്പോൾ ഇത് നമ്മളെ അമരയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ചെണ്ടുമല്ലി വെച്ച് കൊടുക്കുന്നത് എന്താ വെച്ചാൽ കുറേ കീടങ്ങളുടെ ശല്യം അങ്ങനെ കുറഞ്ഞ് കിട്ടും കേട്ടോ. ഇത് അമരയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തക്കാളി വെണ്ട, വഴുതന. ഇതാണ് ഞാനന്ന് നമ്മൾ അടുക്കള വേസ്റ്റ് എന്താ പറയുക കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. അതും ആ തൈകൾ നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് മുളകിൻ്റെ വിത്ത് ഇട്ടതാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ ഈ സൺഡേ മാറ്റി കുഴിച്ചിടണം. അപ്പോൾ പിന്നെ ഒപ്പം നമ്മൾ ഭാര്യയും കൂടി സഹകരിക്കുന്നത് കൊണ്ടും അവൾ കൂടുതൽ മെനക്കെടുന്നത് കൊണ്ടൊക്കെ നല്ല പച്ചക്കറി, നല്ല ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഗ്രോ ബാഗുകളൊക്കെ നിറച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് എൻ്റെ ഫിഷ് ടാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഏതായാലും ഇതൊന്ന് ശരിയാക്കി എടുക്കണം. ഓക്കെ, അതിന് കുറച്ചും കൂടി മീനുണ്ട്. അത് ഏതായാലും വൃശ്ചിക മാസത്തിൻ്റെ മുന്നൊക്കെ നമുക്ക് പിടിച്ചിട്ട് റെഡിയാക്കണം. പിന്നെ നമ്മൾ ചിക്കു കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ പറിച്ച് തുടങ്ങാം. അപ്പോൾ ഇതൊരു 7-8 മാസം വരെ നമുക്കിത് കായ ലഭിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ. താങ്ക് യു.